ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. ഒരു ഉറക്കം തീരാത്ത പോലെയോ കണ്ണിനകത്തൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെയോ അങ്ങനെയൊക്കെ ഒരു മന്ദം പിടിച്ച പോലെയാണ് കേട്ടോ ഞാൻ. പ്രത്യേകിച്ച് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ദിവസങ്ങളിലാണ് മെയിനായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ എന്തുണ്ടാക്കും എന്നുള്ള ആലോചനയിലാണ് രാവിലെ മുതൽ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു കേട്ടോ. അതാകുമ്പോൾ കറികളൊന്നും വേണ്ടല്ലോ, പഴമോ പഞ്ചസാരയോ ഒക്കെ ഇട്ട് കഴിക്കും. ഒന്നും ഉണ്ടാക്കാൻ മനസ്സിൽ വരാത്ത സാഹചര്യങ്ങളിലാണല്ലോ നമ്മൾ ഉപ്പുമാവെന്ന് പറഞ്ഞ സാധനം എടുക്കുക. അപ്പോൾ ഞാൻ എന്നാൽ ഇന്ന് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ എടുത്ത് നല്ലപോലെ അങ്ങോട്ട് കുനുകുനാന്നങ്ങ് അരിഞ്ഞെടുക്കുവാണേ. അപ്പോൾ ഇനിയിപ്പോൾ പിള്ളേർക്കും സ്കൂളിൽ അത് തന്നെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. ചോറ് ഞാൻ എന്തായാലും രാവിലെ എണ്ണീറ്റ ഉടനെ വെക്കും കേട്ടോ. പിന്നെ ബാക്കി കറികളുടെ കാര്യമാണ്, പിള്ളേർക്ക് ഇഷ്ടമില്ലാത്ത കറികൾ കൊടുത്തു വിട്ടാൽ അതുങ്ങൾ തിരിച്ച് ചോറിങ്ങി കൊണ്ടുപോരത്തേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കാനുള്ള ഒരു മൂഡിന്ന് എനിക്കില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞെല്ലാം കഴിഞ്ഞതാ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് നല്ല പശു നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഒരു കൈ നിറയെ കാഷ്യൂനട്ട് ഇട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇട്ട് കൊടുത്തു. അതിനിടയ്ക്ക് ഞാൻ പിള്ളേർക്ക് സ്നാക്സിന് കൊടുത്തു വിടാനുള്ള സാൻഡ്വിച്ചിനുള്ള കൂട്ടും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും ഇട്ട് അതങ്ങോട്ട് തിളയ്ക്കാനായിട്ട് വെച്ച് കേട്ടോ. അപ്പോൾ തിളച്ച വന്ന സമയത്ത് ഞാൻ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് റവ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ചെറിയ തീയിൽ കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനാണേലും അയാനാണേലും ഈ ഒരു സാധനം സൈഡിൽ വെച്ചാണ് കേട്ടോ കഴിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും പഞ്ചസാരയും പഴവും ഒന്നും കൂട്ടത്തില്ല കേട്ടോ. കുറച്ച് സവാളയും കുറച്ച് വാളംപുളിയും മുളക് പൊടിയും നമ്മുടെ വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ആ മുളക് റെഡിയാവും. ഇതിനിടയ്ക്ക് ഞാൻ ആ സാൻഡ്വിച്ച് ഉണ്ടാക്കുവാണ് കേട്ടോ. സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ബ്രെഡിലോട്ട് തേച്ച് അതൊന്ന് ടോസ്റ്റ് ചെയ്യാനായിട്ടെല്ലാം റെഡിയാക്കുവാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പുമാവ് ഒന്ന് ഇളക്കിയായിരുന്നു കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട് ഉപ്പുമാവ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബ്രെഡും കൂടെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഉപ്പുമാവിനകത്ത് തേങ്ങ നമ്മൾ ഇളക്കത്തില്ല കേട്ടോ. തേങ്ങ വേണ്ടവർ സൈഡിൽ ഇങ്ങനെ വെച്ച് തിന്നത്തേ ഉള്ളേ. അപ്പോൾ തേങ്ങ വേറെ അഡീഷണൽ നമ്മൾ തിരികെ വെക്കുക ചെയ്യുന്നത് കേട്ടോ. എനിക്കും ആയാലും പിന്നെ തേങ്ങയും പഞ്ചസാരയും പഴവും ഒന്നും വേണ്ട കേട്ടോ. ഞങ്ങൾ വെറുതെ കിട്ടിയാലും കഴിക്കും. പിന്നെ സൈഡിൽ മുളകുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ അയിമക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അവളെയൊക്കെ ഒന്ന് പുന്നാരിച്ചൊക്കെ വിട്ടു പോയി കുളിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കിനും നമ്മുടെ ബ്രെഡ് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം പാക്ക് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ജോലി കേട്ടോ. അപ്പോൾ അയിമക്കുള്ള ഉപ്പുമാവിനകത്തോട്ട് ഒന്നും വെക്കണ്ട, എനിക്ക് വെറുതെ ഉപ്പുമാവ് മതി എന്ന് അവൾ പറഞ്ഞേ. പിന്നെ അയാനുള്ളതിനകത്ത് നമ്മൾ മുളകും കൂടെ ഉണ്ടാക്കിയത് കൊണ്ട് അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സാൻഡ്വിച്ചും ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അവർ ഒരുക്കട്ടെ.